അപ്പം നമുക്കിന്നില്ലേ ഞണ്ട് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കിയാലോ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണ് ഞണ്ട്. അപ്പോൾ ഇതങ്ങനെ എന്താ പറയുക, വലിയ ഞണ്ടാണ്, പക്ഷേ ഇതിൻ്റെ കാലിലൊന്നും അത്ര ഇറച്ചിയൊന്നുമില്ല. അപ്പം ഞാനിതെല്ലാം നല്ല വൃത്തിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകി വൃത്തിയാക്കി എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പുളിയും പുതർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതങ്ങനെ അവിടുന്ന് വേവട്ടെ. ഇനി നമുക്ക് ഇതിന് വേണ്ട ഒരു മസാല വേണമല്ലോ. അപ്പോൾ അത് തയ്യാറാക്കാം. അപ്പം ഞാനിതാ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടിട്ട് ഇത് നല്ലോണം വഴറ്റി ഇതിൻ്റെ പച്ചമണെല്ലാം മാറുന്നത് വരെ ഒന്ന് ഈ എണ്ണയിലിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളറെല്ലാം കുറച്ചൊരു ബ്രൗൺ കളറാകുന്നത് വരെ ഇതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കണം. അപ്പം അങ്ങനെ ഞാനിത് നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലിടക്ക് ഞാൻ ഞണ്ട് വേവിക്കാൻ വെച്ചിട്ട് അതും ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം നല്ലോണം കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ ഒരു വലിയ ഉള്ളീൻ്റെ പകുതി ഭാഗവും പിന്നെ തക്കാളിയും പച്ചമുളകും ഒരു 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. ചെറുതായതുകൊണ്ട് 2 തക്കാളിയാണ് എടുത്തത്. ഇത് നല്ലോണം വഴറ്റി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിക്കണം, കുറച്ച് ഉപ്പും. അപ്പോൾ എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൽ വെള്ളം എല്ലാം ഒന്ന് കുറുകി വരും. അപ്പോൾ ഇതിങ്ങനെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് എന്ത് ചെയ്യാം, ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇതൊന്ന് കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ട് ഇത് നല്ലോണം ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മസാല. അപ്പോൾ ഞാൻ അങ്ങനെ ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാന് പിന്നെ കഴുകിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഈ അരച്ച് വെച്ച മസാല ഉണ്ടല്ലോ അത് ചേർക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് ചെറുങ്ങനെ ഒന്ന് കുറുക്കിയിട്ടെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കണേ. അപ്പോൾ അങ്ങനെ നല്ലോണം കുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഞണ്ട് നല്ലോണം വെന്തിട്ടുണ്ട്. അതും കൂടി ഇതിൽ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിളച്ച് നല്ല റെഡി ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. അങ്ങനെ ഇത് നമ്മുടെ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എന്ത് ചപ്പാത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും തിന്നാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ബൈ ബൈ, ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.